അപകടാവസ്ഥയിലായ എറണാകുളം വൈറ്റില ചന്ദ്രകുഞ്ച് ആർമി ടവറിലെ BC ടവറുകൾ താമസിക്കുന്ന ആളുകൾ 7 ദിവസങ്ങൾക്കകം വീട് ഒഴിയണമെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട താമസക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ഈ സമുച്ചയത്തിൻ്റെ മുന്നിൽ നിന്നും തത്സമയം ചേരുകയാണ്. വിഷ്ണു, പറയൂ. ഏറ്റവും ഒടുവിലായി ഹൈക്കോടതി നൽകുന്നത് 7 ദിവസത്തെ സമയമാണ്. ഈ കാണുന്ന BC ടവറുകൾ, ഈ 2 ടവറുകൾ താമസിക്കുന്ന ആളുകളോട് എത്രയും പെട്ടെന്ന് 7 ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഇത് അപകടാവസ്ഥയിലാണ്, ഇതിന്റെ പുനർനിർമ്മാണം അടക്കം നടത്തേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഒപ്പം ഈ വാടകയുമായി ബന്ധപ്പെട്ട് ഈ കളക്ടർ തന്നെ കുറച്ച് തുക, ഏകദേശം 3 കോടിക്കടുത്ത് തുക ഹൈക്കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ വാടക ഇനത്തിൽ അങ്ങനെ, അതായത് 35,000-ഉം 30,000 രണ്ട് പട്ടികകളാണുള്ളത്. അത്രയും പൈസ കിട്ടും. പക്ഷേ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാടക ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുമെന്ന ചോദ്യമാണ് അവർ പറയുന്നത്. നമുക്കൊപ്പം ഈ ഫ്ളാറ്റിൽ താമസിക്കുകയും നിയമപോരാട്ടമൊക്കെ നടത്തുന്ന ആളുകൾ നമുക്കൊപ്പം ചേരുകയാണ്. സാർ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു, നമ്മൾ ഇറങ്ങി കൊടുക്കുന്നുണ്ടോ? 7 ദിവസമാണ് അവസാനം പറഞ്ഞത്. ഇറങ്ങി കൊടുക്കാൻ എന്നെ പോലെയുള്ള ഒരു ഉടമസ്ഥന്, ഓണർക്ക് സാധിക്കില്ല. കാരണം വാടക കൊടുക്കാതെ 3 മാസത്തെ അഡ്വാൻസ് കൊടുക്കാതെ ആരും വീട് തരില്ല. കഴിഞ്ഞ 6 മാസമായിട്ട് അതിൽ കൂടുതലായിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി ചെറിയ ചെറിയ അഡ്വാൻസുകളൊക്കെ കൊടുത്തു. പൈസ കിട്ടാത്തതുകൊണ്ട് അതൊക്കെ തള്ളിപ്പോയി. ഇപ്പോൾ നമ്മൾ വീട് ചോദിക്കുമ്പോൾ അവർ പറയണത് നിങ്ങൾ ആളെ കളിയാക്കാനില്ല, നിങ്ങൾ വീട് വാടകയ്ക്കാനെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന പെൻഷനും അതിൽ ബാങ്ക് EMI ഒരു 40,000 രൂപ കൊടുക്കണം, ലോണിൻ്റെ, ബാങ്ക് ലോണിൻ്റെ. പിന്നെ ഈ 30,000 അല്ലെങ്കിൽ 35,000 രൂപ വാടക കൂടി, അത്ര പൈസ എനിക്ക് പെൻഷൻ കിട്ടണില്ല. എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പുറത്ത് പോയി ഒന്ന് വാടകയ്ക്ക് എടുക്കാൻ പൈസ തികയില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനാണ്. എന്നെപ്പോലെ പല ആളുകളുണ്ട് ഇവിടെ. പിന്നെ പല ആളുകളും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഒഴിഞ്ഞു പോകാനുള്ള കാരണം എന്താണെങ്കിൽ അവരെയൊക്കെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് കോടതി ഇലക്ഷൻ വരും, ഇത്ര ദിവസം പോയി. ഇപ്പം ഇന്നലെ എങ്ങാണ്ട് ഡേറ്റ് പറഞ്ഞിരുന്നു 17-ാം തീയതി, വന്നില്ലെങ്കിൽ കോടതി ഇലക്ഷൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രം കുറേ ആളുകൾ കൂടിപ്പോയി. പോയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇവിടുത്തെ നടക്കണം എന്താണെന്ന് കഴിഞ്ഞ 1 മാസമായിട്ട്, പ്രത്യേകിച്ച് ഈ ആഴ്ച, ട്രാൻസ്പോർട്ടേഴ്സ് ഇത് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറഞ്ഞവരൊക്കെ 2 ഇരട്ടി 4 ഇരട്ടി പൈസ ചോദിക്കുകയാണ്. കാരണം അവർക്കറിയാം ഇത് കോടതി വിധിയാണ്, കോടതി ഇലക്ഷനാണ്, അപ്പോൾ പറയണ കാശ് കൊടുക്കും. അപ്പോൾ ഇന്നലെ ഒരാൾ പോയി, കോടതിയിൽ പൈസ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് കളക്ടർ പറയുന്നുണ്ട്, നമുക്കത് ലഭ്യമായിട്ടില്ല. ആക്ച്വലി കോടതിയിലല്ല, അത് കളക്ടർ അക്കൗണ്ടിലാണ് ഈ 2,97,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിയാണ്. അത് 3-ാം തീയതി വെച്ചിട്ടുണ്ട്. ഏത് 3-ാം തീയതി? നമ്മുടെ സെപ്റ്റംബർ 3-ാം തീയതി അത് പൈസ കെട്ടി വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് എ ഫാക്ട്. അതിൽ തെറ്റോ? നമുക്കത് വന്നിട്ടില്ല. ഇൻഡിവിജ്വൽ ഓണേഴ്സിന് അത് വന്നിട്ടില്ല. കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പിന്നെ നമ്മൾ റോട്ടിൽ പോയിരിക്കണം. 10, 20, 30, 35 കൊല്ലം രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തിട്ട് നമ്മൾ റോട്ടിൽ പോയിരിക്കേണ്ടി വരും. കരയില്ല, ഞാൻ പറഞ്ഞു, കരയില്ല. കണ്ണീന്ന് വെള്ളം വന്നാലും കരയില്ല. പട്ടാളക്കാരനാണ്, അതുകൊണ്ട് കരയില്ല. അതാണ്, അതായത് 30-35 വർഷം രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച് അവർ സ്വരുക്കൂട്ടി വെച്ച പണമൊക്കെ വെച്ച് നിർമ്മിച്ചൊരു ഫ്ലാറ്റാണിത്. അത് തകർച്ചയിലാണ്. അപ്പോൾ ഈ പണം, അതായത് ഈ വാടക തുക അക്കൗണ്ടിലേക്ക് എത്താതെ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്നുള്ളതാണ് ഈ ആളുകളൊക്കെ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.